നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ പ്രതി ഇന്ന് പുലർച്ചെ പിടിയിലായിരിക്കെയാണ്. മുക്കത്തെ ഹോട്ടൽ ഉടമയായ ദേവദാസ് ആണ് പിടിയിലായത്. കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ്. പ്രതികളായ റിയ, സുരേഷ് എന്നിവർക്കായി തെരച്ചിൽ ആരംഭിച്ചു. ഇരുവരെയും വൈകാതെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സംഭവം നടന്ന 4 ദിവസത്തിനിടെയാണ് ദേവദാസ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കുന്നംകുളത്ത് നിന്നാണ് ഹോട്ടൽ ഉടമയായ ദേവദാസിനെ പിടികൂടിയത്. പ്രതിയെ മുക്കത്ത് എത്തിച്ചു. ബസ് യാത്രക്കിടെയാണ് പോലീസ് ദേവദാസിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ എസ്പിയോടാണ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. ഈ മാസം 2-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. രാത്രി കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ ഇന്നലെ കുടുംബം പുറത്തുവിട്ടിരുന്നു. യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമായി കുടുംബം പുറത്തുവിട്ടത് ഡിജിറ്റൽ തെളിവായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത്. ഈ സമയത്ത് വീഡിയോ ഗെയിമിംഗിലായിരുന്ന യുവതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് മുക്കം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് കുതറിമാറി പ്രാണരക്ഷാർത്ഥം പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടി. അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് കുടുംബം പുറത്തുവിട്ടത്. യുവതി പകർത്തിയ വീഡിയോയാണ് പുറത്തുവന്നത്. ഇതോടെയാണ് പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളും പോലീസിന് മുന്നിലേക്ക് വന്നത്. 3 മാസമായി യുവതി മുക്കത്തെ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് പെൺകുട്ടിയുടെ വിശ്വാസത നേടിയ ശേഷം ഹോട്ടൽ ഉടമ പ്രലോഭനത്തിന് ശ്രമിച്ചിരുന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. വനിതാ സഹപ്രവർത്തകർ അവധിയിൽ പോയ തക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. നട്ടെല്ലിനും ഇടുപ്പിനും പരിക്കേറ്റ യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പുറത്തു വന്നതോടെ ക്രൂരതയും തെളിഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് യുവതി നിരവധി തവണ ഈ ഒരു വീഡിയോയിൽ അലറി വിളിക്കുന്നതും ആ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോഴാണ് അങ്കിളാണ്, പേടിക്കണ്ട എന്നാണ് അതിക്രമത്തിന് ശ്രമിക്കുന്ന പുരുഷൻ പറയുന്നത്. അങ്കിൾ ഇന്നലെ സംസാരിച്ചതല്ലേ, ഒച്ച ഉണ്ടാക്കിയാൽ എന്റെ മാനം പോകുമെന്ന് ഇയാൾ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. എന്നെ വിട്, ഒന്നും ചെയ്യല്ലേ എന്ന് യുവതി ആവർത്തിച്ച് കേണപേക്ഷിക്കുന്നതും നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാം. എന്നിട്ടും അതിക്രമം തുടർന്നതോടെയാണ് മരിക്കുന്നതെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി ആത്മരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്ന് യുവതി എടുത്തു ചാടിയത്. ശനിയാഴ്ച രാത്രി 11 മണിയോടടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത്. വനിതാ സഹപ്രവർത്തകർ അവധിയിൽ പോയ തക്കം നോക്കിയാണ് ഇത്തരത്തിൽ അതിക്രമിച്ചു കയറിയതടക്കം ഗുരുതര കുറ്റം ചെയ്തിട്ടും പ്രതികൾ ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും നടപടികൾ വൈകിയതും വിവാദമായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് യുവതിയെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത്. അതിക്രമിച്ചു കടക്കൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ദേവദാസ്, റിയ, സുരേഷ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഹോട്ടൽ ഉടമയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവും പരാതിക്കാരി പോലീസിന് കൈമാറി. പുലർച്ചെ 4-ഓടെ മുക്കം സ്റ്റേഷനിലെത്തിച്ച ദേവദാസിനെ ചോദ്യം ചെയ്യുകയാണ്. തുടർന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ഇതിനിടയിൽ തന്നെ മറ്റ് 2 പ്രതികൾക്കായിട്ടുള്ള തിരച്ചിലും പോലീസ് തുടരുകയാണ്. പല രീതിയിലുള്ള ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ബന്ധുക്കൾ വഴങ്ങിയില്ല. കേസുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ സംഭവത്തിന് മുൻപും ഹോട്ടൽ ഉടമ യുവതിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇത് തെളിവായി തങ്ങളുടെ കയ്യിലുണ്ടെന്നും കുടുംബം അറിയിച്ചു. അതിനിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി താഴേക്ക് വീണു. കെട്ടിടത്തിൽ നിന്ന് ഗുരുതരമായ പരിക്കുകളോടുകൂടി താഴേക്ക് വീണു. എന്നിട്ടും അവിടെ വെച്ച് വീണ്ടും ഈ പെൺകുട്ടിയെ വലിച്ചഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയെ വീടിനകത്തേക്കും വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ശ്രമം ഈ പ്രതികൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. മുകളിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി കാൽവഴുതി താഴെ വീഴുകയായിരുന്നു എന്നാണ് ഈ ഒരു അലർച്ച കേട്ട് ഓടിയെത്തിയ നാട്ടുകാരോടും അയൽവാസികളോടെല്ലാം തന്നെ ഈ പ്രതികൾ പറഞ്ഞത്. പക്ഷേ കരഞ്ഞ യുവതി ഈ അയൽവാസികളെ ആശുപത്രിയിൽ എത്തിക്കും വഴി തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. അപ്പോഴേക്കും പ്രതികൾ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയത്. ഏതായാലും ആദ്യമൊന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എന്നാൽ പ്രതികൾക്കെതിരെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ കൂടിയുണ്ട്. അതും കൂടെ വെച്ചായിരിക്കും ഇനി തുടർന്നുള്ള ചോദ്യം ചെയ്യൽ.